ആദ്യം തന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഇതേമാതിരി എന്തെങ്കിലും സാധനം അരിഞ്ഞ് ഇപ്പേരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ കെട്ടിയോൻ്റെ അടുത്ത് വന്ന് കുത്തിർക്കാൻ നിൽക്കരുത്. ഇനിയിപ്പോൾ കെട്ടിയോളെടുത്ത് വന്ന് കെട്ടിയോൻ വരികയാണെങ്കിലും ശരി, ഈ സാധനം എടുത്ത് നിങ്ങൾ കെട്ടിയോൻ്റെ അടുത്ത് പോയി ഇരിക്കുകയാണെങ്കിലും ശരി, പൊന്നാര മക്കളെ നിങ്ങൾക്ക് ഈ സാധനം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ എവിടെയെങ്കിലും പോയി ഇരുന്ന് അരിഞ്ഞുണ്ടാക്കിക്കോളി. കാരണം എന്താ പറയുക, അപ്പോൾ ഇതേ സംഗതികൾ നമ്മളൊരു കയ്യിൽ മൊബൈലും ഇതേമാതിരി എന്തെങ്കിലും സാധനം എടുത്തിട്ടുണ്ടെങ്കിൽ അത് എടുത്ത് ഇങ്ങനെ തിന്നുന്നല്ലാതെ നെണ്ടുമ്പോഴേക്ക് സാധനം ഇട്ടമാരേക്കാരം ഒരു ചാക്ക് അരി ഉണ്ടെങ്കിൽ ഒരു ചാക്ക് അരി വരെ തിന്നു തീർക്കാൻ കപ്പാസിറ്റി ആയിക്കാരം ചില സമയങ്ങളിൽ. അപ്പോൾ എന്ത് ചെയ്യാറോ, പിന്നെ നിങ്ങളെ കൊണ്ട് അത് കഴിഞ്ഞ് ഇത് കഴിഞ്ഞ് പോയി വാങ്ങിക്കൊണ്ടിരുന്ന ഒരു വർത്തമാനം പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. ആദ്യം തന്നെ ഇതേമാതിരി എന്തെങ്കിലും സാധനങ്ങൾ ആവശ്യമുള്ള സാധനങ്ങൾ അരിഞ്ഞുണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വന്തം ഏതെങ്കിലും അടുപ്പ് പോയി ഇരുന്ന് അരിഞ്ഞുണ്ടാക്കിക്കോളി. മനസ്സിലായില്ലേ? അരിയുടെ സാധനമായിട്ട് നിങ്ങൾ ഓലെടുത്തേക്കും പോകരുത്, അരിയുടെ സമയത്ത് നിങ്ങൾ ഓലെടുത്തേക്കും പോകരുത്. അപ്പോൾ ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടില്ല. ഇത് അരിഞ്ഞുണ്ടാക്കിയാൽ നമുക്ക് തിന്നാൻ കിട്ടുള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. മനസ്സിലായില്ലേ? പിന്നെ അത് നിങ്ങൾ തിന്ന് തീർത്ത് വേറെ വാങ്ങിക്കൊണ്ടിരുന്ന് കച്ചറുണ്ടാക്കിയിട്ട് കാര്യം ഉണ്ടാവില്ല. ഒരു കയ്യിൽ മൊബൈൽ ഉണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഒരു ബക്കറ്റിൽ ഒരു സാധനം എത്ര സാധനം അരിഞ്ഞുണ്ടാക്കിയാൽ തരിക, അത് തിന്നിങ്ങനെ തീർക്കും. അതാ ഞാൻ പറഞ്ഞത്, നെന്തുമടയ്ക്ക് പോകണ ആരെക്കാരും പോവുക, ഇവിടെ ഗേറ്റ് അടവ് ഉണ്ടാവില്ല. അപ്പോൾ മനസ്സിലാക്കി എന്തായാലും അടിപൊളി വീഡിയോ. അത് എല്ലാവർക്കും അനുഭവമുള്ള സംഗതികളാണ്. അനുഭവമുള്ളവരൊക്കെ ഇങ്ങോട്ട് വരി ഒന്ന് കമൻറ്റ് ചെയ്യട്ടെ. എല്ലാവരുടെ ലൈഫിലുണ്ടാവും ഇതേമാതിരി ഓരോ അനുഭവങ്ങൾ. എത്ര അനുഭവമുള്ളവരൊക്കെ ഇങ്ങോട്ട് വരി ഒന്ന് കമൻറ്റ് ചെയ്യുക. ഒരു രക്ഷയില്ല. അപ്പം ഇനി ഇതേമാതിരി അറിയാണ്ടെങ്കിൽ കെട്ടിയോനെ കണ്ണു കിട്ടിയിട്ട് കാര്യം ഉണ്ടാവില്ല, കെട്ടിയോ ഇല്ലാത്തടത്ത് പോവുക. മനസ്സിലായില്ലേ? അതാണ് അതിനുള്ള പ്രതിനിധി. എന്തായാലും ഒരു രക്ഷയില്ല. എല്ലാവരും കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ പൊന്നാര മക്കളെ ഒന്ന് സബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെ സപ്പോർട്ടാണ് നമുക്ക് വേണ്ടത്.